ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡിക്യൂർ എങ്ങനെ വീട്ടിൽ ചെയ്യാം. നമ്മൾ പാർലറിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് പെഡിക്യൂർ. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നാണ്. നമ്മുടെ നെയിൽസിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകൾ, പിന്നെ നമ്മുടെ കാലിൻ്റെ താഴെയുള്ള വരകൾ, ഇതെല്ലാം നമുക്ക് മാറ്റാം. ചുളിവുകളൊക്കെ ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് എന്തോരം മാറ്റം വരുത്താൻ പറ്റും വീട്ടിൽ ചെയ്തിട്ടെന്ന് നോക്കാം. നെയിൽസിൻ്റെ ഇടയ്ക്കൊക്കെ അഴുക്കിരിക്കുന്നതെല്ലാം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയിൽ പോളിഷൊക്കെ കുറച്ച് നാളായതാണ്, നെയിൽ പോളിഷ് ഇട്ടിട്ട് കുറച്ച് നാളായതാണ്, അത് റിമൂവ് ചെയ്യാം. അത് നമ്മളിവിടെ വൈപ്സാണ്, നെയിൽ പോളിഷ് റിമൂവർ പാഡ്സാണ് നമ്മൾ യൂസ് ചെയ്യണം. ഇതിലൊരു പാഡ് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ കാലിലുള്ള നെയിൽ പോളിഷ് നന്നായിട്ട് റിമൂവ് ചെയ്യാം. ഒരു കാലിലാകുമ്പോഴത്തേക്കും 2 പാഡ് മതിയാവും. വൈപ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്, പെട്ടെന്ന് റിമൂവ് ആവാനും. വെറുതെ കോട്ടൺ സെപ്പറേറ്റ്, ലിക്വിഡ് സെപ്പറേറ്റ് വാങ്ങിക്കുന്നതിലും നല്ലത് വൈപ്സ് വാങ്ങിക്കുന്നതായിരിക്കും. അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാലിലുള്ള നെയിൽ പോളിഷ് അപ്പം തന്നെ മാറും. നന്നായിട്ട് നെയിൽ പോളിഷ് മാറ്റാം. ഇപ്പം നെയിൽ പോളിഷ് നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ നെയിലിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ തന്നെ എന്തോരം അഴുക്ക് നമ്മുടെ ഈ നെയിലിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തത്. എന്നാലേ ഉള്ളൂ നമ്മൾ എന്തോരം അഴുക്ക് നമ്മുടെ നെയിലിൻ്റെ സൈഡിൽ നിന്നൊക്കെ പോയിന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണേ. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് വി ഡു ബിഫോർ ദ പെഡിക്യൂർ ട്രീറ്റ്മെൻറ്റ്. അതിപ്പോൾ പാർലറിലായാലും നമ്മളൊരു നെയിൽ പോളിഷ് ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ അവരത് റിമൂവ് ചെയ്യും. അപ്പോൾ തന്നെ അവർ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ വിസിബിളാണ് കാലിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അഴുക്കും. വാവ്, ഇപ്പോഴാണ് നമുക്ക് അറിയണം ഇത്ര അഴുക്കുണ്ടായിരുന്ന നെയിൽസിൻ്റെ ഇടയ്ക്കുന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെയ്യേണ്ടത് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം വേണ്ട, കാല് മുക്കി വയ്ക്കാൻ പാകത്തിന് നല്ല ചൂടുവെള്ളം എടുക്കാം. ഒരു ബക്കറ്റിലെടുക്കാം. നമ്മുടെ കാല് അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങാൻ പറ്റുന്ന അത്രയും വെള്ളം നമ്മൾ എടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ലെമൺ കുറച്ച് പിഴിഞ്ഞിടുക. ഞാനിവിടെ ഒരു 1.5 ലെമൺ എടുക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മൾ ലെമൺ പിഴിഞ്ഞിട്ട് ആ ലെമണിൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ അത് മാറ്റിയൊന്നും വെക്കേണ്ട, അത് ആ വെള്ളത്തിലേക്ക് തന്നെ ഇടുക. ലെമൺ നല്ലതാണ്. ചൂടുവെള്ളത്തിൽ ലെമണും സോൾട്ടും കൂടി മാത്രം കാല് മുക്കി വെച്ചാൽ നല്ലതാണെന്ന് പറയാം. അപ്പം നമ്മൾ ഈ 1.5 ലെമണാണ് ഇവിടെ എടുത്തിരിക്കുന്നതിന്. അത് പിഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് ഇടുക. ഈ ലെമൺ ജ്യൂസ് പെട്ടെന്ന് നമ്മുടെ ഡെഡ് സെൽസൊക്കെ, കാലിലെ ഡെഡ് സെൽസൊക്കെ മാറാൻ നല്ലതാണ്. ഇനി നമ്മളിടേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ അത്യാവശ്യം കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഇടുക. നല്ല രീതിക്ക് കിട്ടുമോ. ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ലെമൺ ജ്യൂസും ബേക്കിംഗ് സോഡ ഇട്ടു. ഇനി നമുക്ക് ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഹെയറിൽ യൂസ് ചെയ്യണ പോലെയൊന്നും വേണ്ട. ഏതെങ്കിലും 1 രൂപയുടെയോ ഏതെങ്കിലും ഷാമ്പു മതി. ഇവിടെ ഞാൻ ക്ലിനിക് പ്ലസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 4-5 സാഷേ, 1 റുപ്പിയുടെ സാഷയാണ്, ഒരു 4-5 പാക്കറ്റ് പൊട്ടിച്ചതിലേക്ക് ഇടുന്നുണ്ട്. കാര്യം നല്ലതായിട്ട് നമ്മൾ അഴുക്ക് പോകണം. വെറുതെ നമ്മൾ സ്ക്രബ് ചെയ്യാതെ വെറുതെ കാര്യം മുക്കി വെച്ചാൽ തന്നെ അഴുക്ക് പോകണം ഫുള്ളും. അങ്ങനെ ഒരു 4-5 പാക്കറ്റ് ഇതിൽ മുക്കി ഞാൻ നന്നായിട്ട് വെള്ളം ഇളക്കി ഫുൾ ഷാമ്പു അലത്തിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി നമുക്ക് കാല് രണ്ടും മുക്കി വയ്ക്കാം. കാല് മുക്കി വയ്ക്കാൻ പറ്റുന്ന ചൂട് മതി കേട്ടോ. കാര്യം നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം മുക്കി വയ്ക്കാനും പറ്റില്ല. അപ്പോൾ കാല് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കാക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ചൂട് മതി. എന്നിട്ട് നമ്മുടെ 2 കാല് കൊണ്ട് തന്നെ നന്നായിട്ട് 2 കാലും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നല്ല അഴുക്കൊക്കെയുള്ള കാലാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ലൂഫ് ഇല്ലേ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ഷാമ്പൂവിൻ്റെ ഒരു ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. അതല്ല, ക്ലീൻ ചെയ്തിട്ടാണ് പെഡിക്യൂർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും കാല്. എന്നാ നാരങ്ങയുടെ ആ ഒരു പവറൊക്കെ നമുക്കിപ്പോൾ അറിയാം. നന്നായിട്ട് അഴുക്കൊക്കെ പോകും.
പിന്നെ ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് പ്യൂമിക് സ്റ്റോൺ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വെറുതെ വേറെ ടൂൾസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈമിൽ ഈ വെള്ളത്തിൽ മുക്കി വെക്കുന്ന ടൈമിൽ അതും കൂടി ചെയ്തിട്ട് നമുക്ക് മുക്കി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ആ വെള്ളത്തിൻ്റെ ആ ചൂട് നന്നായിട്ട് പോകണ വരെ കാലിൽ മുക്കി വയ്ക്കാനാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടത്, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ്, അതിലേക്ക് നമ്മുടെ ടൂത്ത് പേസ്റ്റ് കുറച്ചെടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ടൂള്. ഇത് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ നെയിൽസൊക്കെ ഫുള്ളും ക്ലീൻ ചെയ്യാം. ബെസ്റ്റ് റെമഡിയാണ്. നെയിലൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് തിളങ്ങും. നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. 2 കാലിലെയും നെയിൽസ് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് ഇതിപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്താലും നല്ലതാണ്. നന്നായിട്ട് ക്ലീൻ ആവും. ഈ കോൾഗേറ്റ് പേസ്റ്റ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സെൻസോഡൈനാണ്. കോൾഗേറ്റ് പേസ്റ്റാണ് നല്ലത്. കോൾഗേറ്റ് പേസ്റ്റ് ഇട്ട് ഇതിനകത്ത് മാത്രമല്ല കാലിൻ്റെ താഴത്തോട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ഫിംഗേഴ്സിൻ്റെ ബാക്കിലെ വശവും ഫുള്ളും ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുകുക. അതേ വാട്ടറിൽ തന്നെ, നമ്മുടെ ലെമൺ ജ്യൂസും ഷാമ്പൂ ഒക്കെ ഇട്ട വാട്ടറിൽ തന്നെ കഴുകുക. ഇപ്പം നമ്മുടെ നെയിൽസൊക്കെ ഒരുവിധം വൈറ്റ് കളറായിട്ടുണ്ട്. അത്യാവശ്യം സൈഡിലെ അഴുക്കൊക്കെ മാറി. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സോൾട്ടിലേക്ക് നമുക്കിനി ബ്രൂ ആഡ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ വീട്ടിലുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. നമ്മൾ ഫേസിലാണെങ്കിൽ ഓയിൽ ഇടാതിരിക്കുക കേട്ടോ. കാലിലായതുകൊണ്ട് നമുക്കിപ്പോൾ ഓയിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്രൂ, ഞാനിവിടെ 2 റുപ്പിയുടെ സാഷയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി മതിയാവും. നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് വെച്ചിട്ട് വേണം നമ്മൾ കാല് ഫുള്ള് 2 കാലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ടിട്ട് ഞാനിവിടെ 1 ഹാൻഡ് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ 2 കൈ ഉപയോഗിച്ച് 2 കാലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാലിൻ്റെ അടിഭാഗവും ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമില്ല, ആ സ്പേസിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കാലിൻ്റെ അടിഭാഗത്ത് എണ്ണയൊക്കെ ചെല്ലുന്ന നമ്മുടെ കാഴ്ച ശക്തിക്കും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഈ ഓയിലും സോൾട്ടും കോഫിയും വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എക്സ്ഫോലിയേഷൻ ഈസ് ദി മസ്റ്റ്. പെഡിക്യൂർ ആണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും നമ്മൾ എക്സ്ഫോലിയേഷൻ നമ്മൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുക. 2 കാലും നല്ല രീതിക്ക് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ എക്സ്ഫോലിയേഷൻ കഴിഞ്ഞ് നമ്മൾ കാല് വാഷ് ചെയ്തു. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തായിട്ടുണ്ട് നമ്മുടെ കാല്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോരം വിസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തൊടുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട്. നല്ല ഓയിൽ കണ്ടൻറ്റ്, നേരത്തെ ഡ്രൈ ആയിരുന്നു എൻ്റെ കാലിലെ സ്കിന്നൊക്കെ. ഇപ്പോൾ നല്ല ഓയിലായിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട്. അതാണ് എക്സ്ഫോലിയേഷൻ്റെ ഒരു പവർ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടറിയാം. ഈ പാടൊന്നും പോവില്ല കേട്ടോ. ഈ പാടൊക്കെ ഏതെങ്കിലും ക്രീം തേച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെഡിക്യൂർ ഒരു 1 മന്ത് ഫസ്റ്റ് വീക്കിലൊരു ടൈമൊക്കെ ചെയ്താലേ മാറുള്ളൂ. അത് ചെരുപ്പിട്ടിട്ടുള്ളതാണ്. ഇനി എക്സ്ഫോലിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു പാക്ക് ഇടണം ലെഗിലേക്ക്. ഞാനിവിടെ ബീട്രൂട്ട് പാക്കാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബൗളെടുക്കുക. അതിൽ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ ഇടുക. കുറച്ചിട്ടാൽ മതിയാവും. കാര്യം നമ്മുടെ കാലിനല്ലേ, അപ്പോൾ നമുക്ക് അധികം ഫേഷ്യൽ ഇടണ പോലെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മതിയാവും ബീട്രൂട്ട് പൗഡർ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് കാലിൽ ഫുള്ള് വേണം, നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മോര് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ എന്തായാലും പാലാണ് ചേർക്കാൻ പോണത്. എൻ്റെ അഥവാ അങ്ങനെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അത്രയ്ക്ക് ഡ്രൈ അല്ല. അപ്പോൾ നമുക്ക് പാല് ചേർക്കാം. പാല് ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് ഇളക്കാം. കാര്യം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കട്ടയൊന്നും പിടിക്കാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട്. ഇപ്പോൾ ഫേഷ്യലിലാണെങ്കിലും ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നല്ല പേസ്റ്റ് പരുവത്തിലായാലും നല്ല എഫക്റ്റീവ് ആവുള്ളൂ ആ പാക്ക്. അപ്പോൾ നമ്മൾ ഒട്ടും കട്ട പിടിക്കാതെ തന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അതായിരുന്നു നമ്മുടെ പാക്കിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഈ പാക്കാണ് നമ്മൾ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണേ. ഇവിടെ ഞാൻ കാലിൽ അതേ സെയിം പാക്ക് തന്നെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഇടുക. കാല് സെറ്റ്. ഒരു ഫംഗ്ഷനൊക്കെ പോണതിന് മുന്നേ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി വീട്ടിൽ. അപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, നെയിൽ പോളിഷും അടിച്ചിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്. ഇതാണ് കാലിൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ചേഞ്ച്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പാർലറിൽ പോയി ഇങ്ങനെ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണതിന് മുന്നേ ഹോമിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ പാർലറിലേക്കൊക്കെ പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.